സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ്. 3 ഉള്ളി 2 തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ മസാല ഇട്ടിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരു പൊരിച്ച കോഴി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെക്കുക. ചൂടായതിന് ശേഷം നെയ്യ് ഒഴിക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇവ നെയ്യിലിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തോളൂ. ആ ഒരു സ്മെല്ല് നല്ല സ്മെല്ലായിട്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. എന്നിട്ട് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞാനിത് ഈ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം, അങ്ങനെ ആ ഒരു കണക്കിൽ ഇരട്ടി കേട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് മൂടി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഇല പരിചയപ്പെടുത്തി തരാം. ആ ഇലയും കൂടെ ഞാൻ അതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ ഇടുന്നുണ്ടോ എന്നുള്ളതും കൂടെ പറയണേ. ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ. വെള്ളം ഒപ്പം വെച്ചിട്ട് തിളക്കാനൊന്നും നിൽക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അരി കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതുണ്ട്. അതും കൂടെ അതിലോട്ട് ഇടുന്നുണ്ട്. ഉപ്പൊക്കെ സെറ്റാണോ എന്ന് നോക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഇല. ഈ ഇല നല്ലൊരു മണം തരും കേട്ടോ. നമ്മുടെ ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറ്റിനൊക്കെ ആണെങ്കിലും നല്ലൊരു മണം തരും. ഈ ഒരൊറ്റ ഇല ഇട്ടാൽ മതി. അടച്ച് വെച്ച് അതങ്ങനെ വേവട്ടെ. അപ്പോൾ നമുക്ക് മസാലക്കുള്ളത് റെഡിയാക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കരണ്ടേര് അറിഞ്ഞിട്ടുണ്ട്. കരണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ ചതക്കുന്നതിന് പകരം അമ്മിക്കുട്ടി എടുത്ത് ഇങ്ങനെ അരച്ചുണ്ടാക്കുകയാണ്. നമ്മളൊന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് ഇന്നും മാറ്റാൻ ആർക്കും ആവില്ല. അപ്പോൾ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. കരണ്ടേ KCBക്കാർക്ക് പുല്ല് വില. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നെയ്ച്ചോറ് നമുക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അതായത് നല്ല കനം കുറച്ചരിഞ്ഞ വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ഗോൾഡൻ കളറായിക്കോട്ടെ. അത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്, വാട്ടാനല്ല കേട്ടോ. സവാള നല്ല ഗോൾഡൻ കളറായിട്ട് ആവുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടിയതിന് ശേഷം അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. വാട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ലേശം കറിവേപ്പിൻ്റെ ഇലയും ലേശം ചപ്പും കൂടെ ഇട്ടോളൂ. എന്നാൽ നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് കണ്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. നടി പിടിച്ചാൽ നിൽക്കണ്ട. നന്നായിട്ട് വാടിയിട്ട് വേണം നമുക്ക് അതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ചാണ് വേണ്ടത്. ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, അതുപോലെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് വേണം നമുക്ക് ഇനി നന്നായിട്ട് മണം പച്ചമുളക് മാറിയിട്ട് ഈ സമയത്ത് നമുക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ ഒന്നിതാക്കി കൊടുക്കുക. ഇതിൻ്റെ ടൈമിൽ നമുക്ക് ലേശം തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പുളി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടില്ല. പുളി ഇല്ലെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പുളി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിൽ ലേശം തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് വേവിക്കുന്നുണ്ട്. നമ്മുടെ ചോറ് എത്രത്തോളം വെന്തിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വെന്ത ചോറാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ വേവിക്കണം. അപ്പോൾ പിന്നെ അധികം നമുക്ക് ദമ്മിടാൻ പറ്റില്ല. ഇത് ഞാനൊരു പകുതി വേവിനാണ് ഊറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ചിക്കൻ ഒന്ന് വെന്താൽ മതി. ബാക്കി അവിടെ ചോറും ചിക്കനും കൂടെ ഒരുമിച്ച് വെന്തോളും. പിന്നെ കുറച്ച് വെള്ളവും ഉണ്ട് അതിൽ. അപ്പോൾ അതങ്ങനെ വറ്റിപ്പോയിക്കോളൂ കേട്ടോ.
ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചപ്പിട്ട് കൊടുക്കാം, ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി ഉണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലേശം ചോറിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതേപോലെ പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ പ്രൊസീജിയർ ചോറ് കയ്യോളം അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ദം ചെയ്തിട്ട് ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ദം പൊട്ടിക്കുകയാണേ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. അപ്പോൾ ഞാനതിൻ്റെ പകുതിയാണ് ദമ്മ് കുത്തുന്നുള്ളൂ, പകുതി നമുക്ക് രാത്രിക്കത്തേക്കാണ്. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ളത് മാത്രം ഞാൻ ദമ്മ് പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല തൈര്, ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല തൈര്, ഇഞ്ചിയും തേങ്ങയും സുർക്കയും പിന്നെ ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സമ്മന്തിയും. മോനെ